പാട്ടാണ്. കഴിഞ്ഞാലും ക്ലാസ്സിൽ കൊണ്ടാണ് തന്നെയാണ് വരും, ക്ലാസ്സിൽ വരും പോകും, അല്ലാണ്ട് പിന്നെ സംസാരിക്കുകയൊന്നും ചെയ്യും. കൊല്ലം ചെയ്യാത്ത ക്ലാസ്സിലായതുകൊണ്ട് മുമ്പിലത്ത് ജാമ് പറയല് എല്ലാവരും പിന്നെ മുമ്പിലത്ത് പറയാനായിട്ട് ഫുള്ള് മാറ്റി. പറയാൻ പറ്റുന്നല്ലോ, ഇല്ലാണ്ട് എനിക്കൊന്നില്ല എനിക്ക് പറയാൻ പറ്റുമെന്ന്. ഞങ്ങൾക്ക് പറയാനുണ്ടേ സാറ് അറിഞ്ഞില്ല, കാരണം എനിക്ക് മൈക്ക് പിടിക്കൊന്നും കഴിയും കാര്യം പറഞ്ഞു അതിലേക്ക് കഴിയില്ല. പിന്നെ സാറിന്റെ സ്വഭാവം തന്നെ നമ്മളാക്കി 3 വർഷത്തെ ടീച്ചേഴ്സിൽ ഞാൻ പറയുന്നത് സാറിനെ, കാരണം ഒരു നമ്മളെ സ്റ്റുഡൻസ് എപ്പോഴും മാത്രം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് എല്ലാവരും ഒരേപോലെ കാണും, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ കാണും. അങ്ങനെ കുറേ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. ഇവരാണ് നമ്മുടെ ഫയർമെന്റിന്റെ പറയാനുള്ള റിയാസാറിങ്ങൾക്ക് കാരണം തന്നെ മടി, ഭയങ്കര മടിയാ പറയും. റിയാസാറിന്റെ ചാമ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്തേ. അപ്പോ റിയാസാറിന്റെ എല്ലാ വർക്കും ഉണ്ടാവില്ലേ. അത്രയും കൽവി കണ്ടുകൊണ്ട് പോകണം എന്നിട്ട് കുറേ സാറൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ക്ലാസ് ഒക്കെ കുറേ നമ്മുടെ ജാബ് നല്ല നല്ലേനും. പിന്നെ ഈ 3 കൊല്ലത്തില് നല്ല സാറാണ് സാറ്. ഇതുവരെ കുറ്റം സാർ കണ്ടിട്ടില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്താ പറയാ അതിനൊന്നും പറയില്ല. അങ്ങനല്ലേ അത് റെഡിയാക്കാണ് ചെയ്യാറ്, കലമ്പൂല. നല്ല അത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഭാഗത്ത് ഒരാളെ അറിഞ്ഞായിരുന്നു, ഈ പെരുന്നത്തെ ഭാഗത്ത് ഇപ്പൊ കുറെ ആൾ അറിയാനായിട്ട് ഈ ഭാഗത്ത് അറിയാൻ ആധാരമായിട്ട് ഈ ഭാഗത്ത് ഇമോഷൻസിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് സ്വന്തം തെറ്റ് ബാക്കിയുള്ളവർക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പേടിച്ചിട്ട് എക്സാമിന് മാർക്ക് കളയാണ്ടിരിക്കുക എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത്. പിന്നെ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയോണ്ട് എല്ലാവരും വിചാരിക്കാത്ത സ്വഭാവം നന്നാക്കുക എല്ലാവരും. പിന്നെ കുറെ മാർക്ക് കിട്ടിയോണ്ട് എല്ലാവരും നല്ല കുറേ ക്വാളിറ്റീസ് വേണം, സ്വഭാവത്തിൽ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട മെന്റാലിറ്റി ഉണ്ടാവണം. പിന്നെ ഈ ക്ലാസ് കൊണ്ട് പറയുകയാണെങ്കിൽ റിയാസ് സാർ എന്നുള്ളത് എനിക്ക് ഇതുവരെ കിട്ടിയത് ടീച്ചറായിട്ട് ഏറ്റവും ബെറ്റർ നല്ലൊരു കുറെ ഫാക്ട്സ്. അതുപോലെ തന്നെ ഒരിക്കലും മാർക്ക് കുറഞ്ഞ കിട്ടിയില്ല സാർ ഇതുവരെ. ഞാൻ എനിക്ക് ഇംപ്രഷൻ കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്ന പല ടീച്ചേഴ്സിന്റെ കണ്ട ഒരാളാണ് ഞാൻ. ബട്ട് ഒരിക്കലും സാർ കുറഞ്ഞ ഒരാൾ അടുത്ത പ്രാവശ്യം മുന്നോട്ടേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുവരാന്നല്ലാണ്ട് ഇന്നേ വരെ തളർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നത് ഞാൻ വളരെ അധികം ഞാൻ അഭിമാനിക്കുന്നു. വളരെ ഒരു ചിട്ടയായിട്ടാണ് ഇവിടുത്തെ മീഡിയ മീറ്റിംഗ് അടക്കം സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരാളുടെ മുന്നിൽ ഇൻഡസ്ട്രി പറയാൻ പാടില്ല എന്നാണ് എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ. ഞാൻ റിയാസ് മാഷിനെ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീൻ്റെയും ഒരു കുറ്റവും കുറവും പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ കുട്ടികളെ പരമാവധി മുന്നോട്ട്
നമുക്കെല്ലാം PTA മീറ്റിങ്ങിനൊക്കെ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് മാഷ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് കണ്ട ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എക്സാം പേപ്പർ എടുക്കുമ്പോൾ ഗവൺമെന്റ് വ്യത്യാസമായിട്ട് സാധാരണ അപ്പോൾ ഇനി ഹോൾ ടിക്കറ്റ് ആണ്